ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും, വിശേഷിയാൽ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ പല ദൈവദാസന്മാരുണ്ട്. വേദിയിൽ മാത്രമല്ല, സദസ്സിലും അനുഗ്രഹീതരായ ദൈവദാസന്മാർ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കും ഇന്ന് രാത്രിയിൽ ഈ പ്രത്യേക യോഗത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 7 ദിവസത്തെ ബൈബിൾ പഠന പരമ്പരയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടാതെ അതിനെ ക്ഷണിച്ച മൈലപ്ര ബ്രദർ അസംബ്ലിയോട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ ശുശ്രൂഷകളിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകനായ ദൈവദാസൻ സഹോദരൻ ജോൺ കുര്യൻ അവர்களுം ഇന്ന് യോഗത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്. അദ്ദേഹം വേദിയിലല്ല, സദസ്സിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഓർത്തും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്ന് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം ഇവിടെ ആയിരിക്കുവാനിടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിന് തുല്യം കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം. യേശുക്രിസ്തുവിനെ ആദരിക്കാൻ വേണ്ടി ചില ആദരണീയരായ വ്യക്തികളോട് ചേർത്ത് യേശുവിൻ്റെ ഫോട്ടോയും പേരും ഒക്കെ ചിലരും വയ്ക്കാറുണ്ട്. എന്നാൽ അത് യേശുക്രിസ്തുവിനെ ആദരിക്കലല്ല, അത് കർത്താവായ യേശുവിനെ അനാദരിക്കലാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും പോകാൻ നിവർത്തിയില്ല. എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ തിരിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെ അല്ല, പുനരാഗമനം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത ഏത് സാമാന്യ ബുദ്ധിക്കും ഗ്രഹിക്കാവുന്നതാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ ജനനം പോലെ ഒരു ജനനം ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. ക്രിസ്തു ജീവിച്ചതുപോലെ വേറെ ആരും ഈ ലോകത്തിൽ നിഷ്പാപാവസ്ഥയിൽ പാപരഹിതനായി ജീവിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് തുല്യമായ ഉപദേശം ലോക ചരിത്രത്തിൽ ആർക്കും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ മഹത്വമൊക്കെ എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും ഇതര ആളുകളൊക്കെ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതും വളരെ പഠനമാക്കേണ്ടതാണ്, നിസ്തുല്യമാണ്. ക്രിസ്തുവിൻ്റെ മരണം പോലെ ഒരു മരണം ചരിത്രത്തിലുണ്ടായിട്ടില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. യേശു പുനരാഗമനം ചെയ്യുന്നത് പോലെ ആരും പുനരാഗമനം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യനാണ്. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ആകെ തുക തന്നെ നിസ്തുല്യമായ ഒന്നാണ്. ക്രിസ്തുവിനെ തുല്യം വയ്ക്കാൻ പകരക്കാരനായി ഇവിടെ വേറെ ആരുമില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഇന്ന് രാത്രി നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് ഒരു പ്രധാന കാര്യം ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലഘട്ടം ഏതാണ്ട് 33 വർഷമാണ്. അത് വേദപുസ്തകാടിസ്ഥാനത്തിലെ ചരിത്രം കണക്ക് കൂട്ടിയാൽ അത് 33 വർഷം എത്തിക്കാനും വളരെയേറെ ബുദ്ധിമുട്ടും. അതിൽ ഏതാണ്ട് 3-3 കൊല്ലങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് 3 പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാനുണ്ട്. 1, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളാണ്. 2, കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളാണ്. 3, കർത്താവായ യേശുക്രിസ്തു ജനങ്ങളോട് നൽകിയ ഉപദേശങ്ങൾ, അഥവാ അതിനൊരു വാക്ക് പറയാൻ ഡിസ്കോഴ്സസ് അഥവാ പ്രഭാഷണങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ. ഇത് 3ഉം ഞാൻ വകതിരിച്ച് പറയാനായിട്ട് നിവർത്തിയില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുക്രിസ്തു ലോകത്തിന് ചില ആത്മീക സത്യങ്ങൾ പകർന്നു നൽകുവാൻ യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ അതൊരു പ്രധാന പഠനമാണ്. മനുഷ്യന് ചില ആത്മീക സത്യങ്ങൾ മനുഷ്യനെ ഗ്രഹിപ്പിക്കാൻ വേണ്ടി നിത്യജീവിതത്തിൽ മനുഷ്യൻ കാണുന്ന കാര്യങ്ങൾ, അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു അവതരിപ്പിച്ചിട്ട് ഒരേ ആത്മീക സത്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിശദീകരിക്കാൻ നിവൃത്തിയില്ല. 2, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് പ്രകൃത്യതീതമായ ശക്തിയുടെ വെളിപ്പാടുകളായിരുന്നു അവ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് പ്രകൃത്യതീതമായ ശക്തിയുടെ വെളിപ്പാടായിരുന്നു. ഞാനത് അല്പം കൂടെ ഈ അത്ഭുതങ്ങൾ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിൽ അഥവാ നിർവചനത്തിൽ അത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതാണ്. 3, കർത്താവായ യേശുക്രിസ്തു ഉപമകളിലൂടെ പ്രകാശിപ്പിച്ച
സത്യങ്ങളുടെ വ്യാഖ്യാനമാണ് യേശുക്രിസ്തു നൽകിയ പ്രഭാഷണങ്ങൾ. ഈ 3 നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ എന്നിവ വകതിരിച്ച് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. ഞാൻ വേഗം ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ച്, മിറക്കിൾസ് എന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന, ഇന്ന് ധാരാളം മിറക്കിൾ ക്രൂസൈഡുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പദം ഇപ്പം മലയാളമായിട്ട് മാറിയിട്ടുണ്ട്, ഈ അത്ഭുതങ്ങൾ എന്നുള്ള ആ വാക്ക്. വാസ്തവത്തിൽ ഈ അത്ഭുതം എന്നുള്ളതിന് മിറാക്കിൾ എന്നുള്ള പദമല്ല ഉപയോഗിക്കാറുള്ളത്, വണ്ടേഴ്സ് എന്നുള്ള വാക്കാണ്. അതാണ് അത്ഭുതങ്ങൾ. മിറാക്കിൾ എന്നുള്ളതിന് മൂലാർത്ഥം വേറെയാണ്. അത് ഞാൻ പിന്നാലെ ഓർമ്മിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയട്ടെ, ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് 3 പദങ്ങൾ കൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമ്മൾക്ക് ഒരു വാക്യം വായിച്ച് കേൾക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച ശക്തികൾ, ശ്രദ്ധിക്കണേ, ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറേയനായ യേശു. ഈ ഭാഗം ഇവിടെ ഇരിക്കുന്ന ബൈബിൾ നന്നായിട്ട് അറിയാവുന്നവർക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. എന്നാൽ എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഈ വാക്യങ്ങൾ ധന്യരായ പൗലോസ്ലീഗയുടെ വാക്കുകളാണ്. പെന്തക്കോസ്തു നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണത്തോടനുബന്ധമായി പത്രോസ് ചെയ്യുന്ന പ്രഭാഷണമാണ്. സുദീർഘമായ ഒരു പ്രസംഗമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസിൻ്റെ കന്നി പ്രസംഗമാണ്. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ സുവിശേഷ പ്രഭാഷണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ടെങ്കിലും ആ പ്രഭാഷണങ്ങളൊന്നും തന്നെ പത്രോസിൻ്റെ ഈ പ്രസംഗത്തോട് കിടപിടിക്കുന്നതല്ല. ആത്മനിറവിൽ താൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിൻ ചെയ്ത അത്ഭുതങ്ങൾ പ്രകടമാക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ അതൊന്ന് പറഞ്ഞു പോകാം. ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത, അത്ഭുതങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പത്രോസ് പറയുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം. ഇതൊരു പ്രസംഗമല്ല, പഠനമായതുകൊണ്ട് ഒരു പ്രഭാഷണത്തിൻ്റെ ആസ്വാദ്യതയിൽ നിന്ന് ഭിന്നമായ രുചിയായിരിക്കും ഒരു പഠനത്തിന് ഉണ്ടാവുക. അതുകൊണ്ട് അതിൻ്റേതായ പരിമിതി ചിലർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം ഞാനിങ്ങനെ പറയട്ടെ. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ദൈവം യേശുവിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാനൊരു വാചകത്തിൽ ഇതോട് ചേർത്ത് ഒരു വാചകം പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ട പുരുഷന്മാർ ധാരാളമുണ്ട്. ലോക ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ചവരെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടത് എന്ന് മാത്രമല്ല, പിന്നെ ദൈവം നമ്മൾക്ക് കാണിച്ചു തന്ന പുരുഷനാണ്. ശ്രദ്ധിക്കുക, ദൈവം എങ്ങനെയാണ് യേശുവിനെ കാണിച്ചു തന്നത്? ഈ കാണിച്ചു തന്നു എന്നുള്ള വാക്കും വ്യാഖ്യാനിക്കേണ്ടതാണ്. അതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ദൈവം യേശുവിനെ കാണിച്ചു തന്നു എന്ന് പറയുന്ന ആ വാക്കിൽ പത്രോസ് ഉദ്ദേശിച്ചെന്താണ്? എങ്ങനെയാണ് ദൈവം യേശുവിനെ കാണിച്ചു തന്നത്? അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ 22-ാം വാക്യത്തിൽ മാത്രം ഞാൻ ഒതുങ്ങി നിന്നുകൊണ്ട് പറയട്ടെ. എങ്ങനെയാണ് കാണിച്ചു തന്നത്? 1, അവനെ കൊണ്ട് ചെയ്യിച്ച ശക്തികൾ. 2, അത്ഭുതങ്ങൾ. 3, അടയാളങ്ങൾ. വേദപുസ്തകത്തിൽ പറയുന്ന അത്ഭുത പ്രവർത്തികളെ വ്യക്തമാക്കാൻ 3 പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1, ശക്തികൾ. 2, അത്ഭുതങ്ങൾ. 3, അടയാളങ്ങൾ. ഞാൻ എൻ്റെ ക്രമം ഒന്ന് മാറ്റി പറഞ്ഞോട്ടെ. 1, ശക്തികൾ. 2, അടയാളങ്ങൾ. 3, അത്ഭുതങ്ങൾ. ഇതിൻ്റെ ക്രമം ഇങ്ങനെ വെച്ച് ഞാൻ അതൊന്ന് വിശദമാക്കാം. 1, ശക്തി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അഥവാ ദൈവം ചെയ്ത, അല്ലെങ്കിൽ ഏതുമായിക്കോട്ടെ, ദൈവം അല്ലാതെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അറിയാൻ സാധിക്കുമെങ്കിൽ സാന്ദർഭികമായിട്ട് ചൂണ്ടിക്കാണിക്കുക. ഈ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മശക്തി, അത് പരിശുദ്ധാത്മാവിൻ്റെ ആകട്ടെ ദുരാത്മാവിൻ്റെ ആകട്ടെ, ശക്തിയുടെ പ്രകടനം, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പവർ, ശക്തിയുടെ പ്രകടനം, അതാണ് ശക്തി എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. ഏതൊരു അത്ഭുതം നടക്കുന്നതിൻ്റെ പിമ്പിലും വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഉദ്ദേശിച്ചാണ് ഇവിടെ ശക്തി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ദൈവം കാണിച്ചു തന്നു. എങ്ങനെയാണ്? ദൈവം അവനെ കൊണ്ട് ചെയ്യിച്ച ശക്തികൾ കൊണ്ട് ദൈവം യേശുക്രിസ്തുവിനെ കാണിച്ചു തന്നു. 2, അടയാളം എന്നുള്ള വാക്കാണ്. ഈ ശക്തിയുടെ വ്യാപാരത്തിൽ ഉണ്ടാകുന്ന സംഭവം എന്താണോ, ഇൻസിഡന്റ് എന്താണോ, ആ ഇൻസിഡന്റ് കാണുന്നവർക്ക് ഒരു അടയാളമാണ്. ദൈവശക്തിയുടെ വ്യാപാരത്തിൽ സംഭവിക്കുന്നത് അടയാളങ്ങളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അത്ഭുതം എന്നുള്ള വാക്കല്ല യോഹന്നാൻ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത്.
യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താ? അടയാളം അഥവാ സയൻസ് എന്ന വാക്കാണ്. യേശുക്രിസ്തു ചെയ്ത ശക്തികളുടെ ബാഹ്യമായ അടയാളമാണ്, അഥവാ ബാഹ്യമായി കാണുവാൻ കഴിയുന്നത് എന്താണോ അതാണ് അടയാളം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾക്ക് വളരെ സുപരിചിതമായ ഒരു ദൃഷ്ടാന്തമുണ്ട്. എന്താ? യേശു ചെയ്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തി എന്താ? കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ആ സംഭവം. അവിടെ യോഹന്നാൻ അത് ഉപസംഹരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നാണ്. ഈ മഹത്വം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതായി വരും. ശ്രദ്ധിക്കുക. അപ്പോൾ യേശുക്രിസ്തു അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ച ശക്തിയുടെ ഫലമായി മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്താണോ അതാണ് അടയാളം എന്ന് പറയുന്നത്. മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭാഷാപരമായ പരിമിതികളും വാക്കുകളുടെ ദാരിദ്ര്യമൊക്കെ ആശയങ്ങൾ പ്രകടമാക്കാൻ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ പറയട്ടെ, ദൈവശക്തിയിലാണ് യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തത്. കർത്താവായ യേശു സമൂഹത്തിൽ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ കണ്ട അന്നത്തെ തലമുറ വിളിച്ചു പറഞ്ഞ എന്താ? ഇവൻ ബെൽസബൂലിനെ കൊണ്ട് അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന്. യേശു കർത്താവ് പറഞ്ഞു, ഞാനല്ല, നിങ്ങളുടെ പിന്മുറക്കാരാണ് ബെൽസബൂലിനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. യോഗം കഴിഞ്ഞ് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ പറയാം. എന്നാൽ യേശുക്രിസ്തുവിൽ വ്യാപരിച്ചത് ഈവിൾ സ്പിരിറ്റിന്റെ, ദുഷ്ടാത്മാവിന്റെ ശക്തിയല്ല അത്ഭുതങ്ങൾ ചെയ്യാൻ. യേശുക്രിസ്തുവിൽ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. യേശുക്രിസ്തു അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മശക്തിയിൽ ജനം കണ്ട സംഭവങ്ങൾ, ആ ഇൻസിഡൻസ്, അതാണ് മനുഷ്യന്റെ കണ്ണുകളുടെ മുമ്പിലെ അടയാളം എന്ന് പറയുന്നത്. ഇനിയും അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപരിച്ച ശക്തിയാണ് പവർ എന്ന് പറയുന്നത്. ആ ശക്തിയുടെ പരിണിത ഫലമായി മനുഷ്യൻ കണ്ടതാണ് അടയാളം എന്ന് പറയുന്നത്. അത്ഭുതം എന്ന് പറയുന്നതോ ആ അടയാളത്തിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരം, അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് ഉദാഹരണം നമുക്കത് തന്നെ എടുക്കാം. കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. കണ്ട ജനത്തിന് എന്താ? അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി, അവർ അത്ഭുതപ്പെട്ടു പോയി. അതാണ് അത്ഭുതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം, ശ്രദ്ധിക്കണേ, യേശുക്രിസ്തുവിനെ ദൈവം മനുഷ്യന് കാണിച്ചു തന്നത് ഈ 3 ഉപാധികളിലൂടെയാണ്. 1, തന്നെ കൊണ്ട് ചെയ്യിച്ച ശക്തികൾ. 2, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ. 3, കർത്താവായ യേശുവിലൂടെ ചെയ്ത അത്ഭുതങ്ങളുടെ പരിണിതഫലമായി മനുഷ്യന് കാണാൻ കഴിഞ്ഞ അടയാളങ്ങൾ. ഇത് ഞാനിങ്ങനെ പറയട്ടെ, ബൈബിളിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ ഈ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ, ദൈവികമായ ഈ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ഈ 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറന്നുപോകരുത്, ബൈബിളിൽ ഒരു വാക്കും പാഴായിട്ട് പറഞ്ഞിട്ടില്ല. ബൈബിളിലെ എല്ലാ വാക്കുകൾക്കും കൃത്യമായ അർത്ഥമുണ്ട്, തുല്യമായ തൂക്കമുണ്ട്. അപ്പോൾ ശക്തി എന്നും അടയാളം എന്നും അത്ഭുതവുമെന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾക്ക് വ്യാപകമായ അർത്ഥമുണ്ട്. പഴയ നിയമത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഒറ്റവാചകത്തിൽ ഓടിച്ചു പറഞ്ഞു പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ട് നിവർന്ന് പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു മഹാസമുദ്രം പോലെ വിശാലമായി കിടക്കുന്ന ഒരു വിഷയമാണ് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അത്ഭുതങ്ങളുടെ അത്ഭുതം പറഞ്ഞുകൊണ്ടാണ്. എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും മിണ്ടുകല്ലേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടി അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഡാർവിനിസത്തോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഇതുപോലെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഈ നിർമ്മിത പ്രപഞ്ചം എന്ന് പറയുന്നത് യാദൃച്ഛികതയുടെ പരിണിത ഫലം അല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ ഒരു വാക്കിൽ സംഭവിച്ച മഹാത്ഭുതമാണ്. ദൈവത്തിന്റെ വചനവും അത് നിമിത്തമുണ്ടാകുന്ന അത്ഭുതവും വലിയ ഒരു പഠനമാണ്. വചനത്തിനും അത്ഭുതത്തിനും തമ്മിലുള്ള പ്രാധാന്യം, ബന്ധം വേദപുസ്തകത്തിലെ ഒരു വലിയ പഠനമാണ്. ഉണ്ടാകട്ടെ എന്നുള്ള ഒരൊറ്റ വാക്കിന്റെ അത്ഭുതമാണ് ഈ നിർമ്മിത പ്രപഞ്ചം. എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ ഞാനിങ്ങനെ പറയാം. പ്രപഞ്ചം എന്ന് പറയുന്നത്
കാണപ്പെടാവുന്നതും കാണപ്പെടാത്തതുമായ വസ്തുക്കളുടെ ഒരു വലിയ സംയോഗമാണ്. നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലെ വളരെ പരിമിതമായ കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രയോ വലിയ അപരിമേയമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ദൈവത്തിന്റെ ഒറ്റ വാക്കിലാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ബൈബിൾ ആരംഭിക്കുന്നത് ഒരു മഹാത്ഭുതത്തോടു കൂടെയാണ്. തുടർന്ന് നിരവധി അത്ഭുതങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. ഒടുവിലായി വെളിപ്പാട് പുസ്തകം. ഒറ്റ വാചകത്തിൽ പറയാനേ നിവർത്തിയുള്ളൂ. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. ഒന്നിനു പുറകെ ഒന്നായുള്ള അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളുടെ സമാഹാരമാണ്. ഒരു മഹാസമുദ്രം പോലെയുള്ള അത്ഭുതങ്ങളാണ് അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അത്യത്ഭുതമായ ഒരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. എന്താ? ഇതാ ഞാൻ വേഗം വരുന്നു. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ മഹാത്ഭുതം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളിലെ നിസ്തുല്യത. ഈ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, അഥവാ ശക്തി, അടയാളം, അത്ഭുതം എന്നിവയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 3 യാഥാർത്ഥ്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം. ഇത് വെച്ച് വേണം അത്ഭുതങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് പഠിക്കാൻ. ഒന്ന്, അത്ഭുതങ്ങൾക്ക് പിമ്പിൽ വ്യാപരിച്ച ശക്തി ഏതാണ്? ഒരു വട്ടം കൂടെ ഞാൻ ആവർത്തിക്കാം. നടക്കുന്ന അത്ഭുതങ്ങളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്? ഞാൻ പറയട്ടെ, ദൈവദാസന്മാരോ ദൈവമോ യേശുക്രിസ്തുവോ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളുടെ പിമ്പിൽ വ്യാപരിച്ചത് മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാണ്. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ദൈവിക തൃത്വവും ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ട്. 2, ബൈബിളിൽ ആത്മവ്യാപാരത്താൽ നടന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? മിറക്കിൾ ക്രൂസൈഡൊക്കെ നടക്കുന്ന കാലമായതുകൊണ്ട് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ബൈബിളിൽ ദൈവാത്മവ്യാപാരത്താൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾക്കെല്ലാം പിമ്പിൽ ഒരു ആത്മീക ലക്ഷ്യമുണ്ട്. എന്നോടൊപ്പം ഞാൻ പറയുന്നതിൻ്റെ ബാക്കിയൊന്ന് പറയാൻ ശ്രമിച്ചാൽ മറക്കാതിരുന്നോളും. ഏത് അത്ഭുതങ്ങൾ? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ദൈവാത്മവ്യാപാരത്താൽ നടക്കുന്ന എല്ലാ ആ അത്ഭുതങ്ങൾക്കും പിമ്പിൽ ഒരു ആത്മീക ലക്ഷ്യമുണ്ട്. നമ്മൾക്ക് കാനായിലെ കല്യാണം തന്നെ എടുക്കാം. ആ അത്ഭുതം അഥവാ അടയാളം, അതിൻ്റെ പിമ്പിലുണ്ടായിരുന്ന ലക്ഷ്യം എന്തായിരുന്നു? 2 പ്രധാന ലക്ഷ്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. 2 ആത്മീക ലക്ഷ്യങ്ങൾ യേശുക്രിസ്തു ചെയ്ത ആദ്യ അത്ഭുതത്തിൻ്റെ പിമ്പിൽ തന്നെ ഉണ്ട്. എന്താ? 1, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. 2, ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടുത്തെ ഈ അത്ഭുതം കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് ശിഷ്യന്മാർ അല്ലാത്തവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. ഇനി ഇപ്പം ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവാത്മാവിനാൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്ന അത്ഭുതങ്ങളിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അതിൻ്റെ പിമ്പിലുണ്ട്. 1, ആത്മാവിൻ്റെ വ്യാപാരമുണ്ട്. 2, ഏത് അത്ഭുതത്തിൻ്റെയും പിമ്പിൽ ഒരു ആത്മീക, ഒന്നോ അതിൽ അധികമോ ആത്മീക ലക്ഷ്യങ്ങളുണ്ട്. 3ാമതായി, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഉള്ളിൽ ഒരു ആത്മീക പാഠമുണ്ട്. ബൈബിളിൽ ദൈവം, ത്രിയേക ദൈവം എന്ന് ഞാൻ പറയട്ടെ, ത്രിയേക ദൈവവും യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്തും, ത്രിയേക ദൈവത്വത്തിൽ മനുഷ്യനായി വന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്തും അപ്പോസ്തലന്മാരും ഇതര ദൈവദാസന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ദൈവദാസന്മാരും ചെയ്ത എല്ലാ അത്ഭുതങ്ങളിലും ഈ 3 കാര്യങ്ങൾ അതിൻ്റെ പിമ്പിലുണ്ടായിരുന്നു. 1, പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പിമ്പിൽ വ്യാപരിച്ചത്. 2, എല്ലാ അത്ഭുതങ്ങൾക്ക് പിമ്പിലും ഒരു ആത്മീക, ഒന്നോ അതിൽ അധികമോ ആത്മീക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. 3, ഏത് അത്ഭുതങ്ങൾക്ക് പിമ്പിലും ഒരു ആത്മീക പാഠമുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചെയ്ത 3 അത്ഭുതങ്ങൾ അഥവാ ശക്തികൾ അല്ലെങ്കിൽ അടയാളങ്ങളുണ്ട്. ഇത് 3 ചേർത്ത് വെച്ചു. യേശുക്രിസ്തു ചെയ്ത ശക്തി, അടയാളം, അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ, 3 സംഭവങ്ങൾ മർക്കോസ് സുവിശേഷം
5-ാം അധ്യായത്തിലുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു ഭൂതഗ്രസ്തന് യേശു ക്രിസ്തു നൽകുന്ന വിടുതലാണ്. 2, രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീക്ക് കർത്താവായ യേശു ക്രിസ്തു നൽകിയ സൗഖ്യമാണ്. 3, യായിറോസ് എന്നു പേരുള്ള പള്ളി പ്രമാണിയുടെ മകളെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ 3 ശക്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഈ 3 സംഭവങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 3 സംഭവങ്ങൾക്ക് പിമ്പിലും വ്യാപരിച്ചത് ദൈവശക്തിയാണ്. ദൈവശക്തിയുടെ വ്യാപാരത്താലാണ് ഈ 3 അത്ഭുതങ്ങളും നടന്നത്. യേശുക്രിസ്തു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് യേശുക്രിസ്തു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത്? ഭൂതങ്ങളുടെ മേൽ തനിക്കുള്ള അധികാരം, തനിക്കുള്ള ശക്തി വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂതങ്ങളുടെ മേലുള്ള അധികാരത്തെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 2, ശാരീരിക രോഗങ്ങളുടെ മേൽ യേശുവിനുള്ള ശക്തിയുടെ വെളിപ്പാടാണ്, ശക്തിയുടെ പ്രദർശനമാണ് രക്തസ്രവക്കാരിക്ക് കർത്താവായ യേശു നൽകുന്ന സൗഖ്യം. 3, മരിച്ചവരുടെ മേൽ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് സാധിക്കും എന്നുള്ള ശക്തിയുടെ പ്രകടനമാണ് ആ ബാലികയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ വെളിപ്പെടുന്നത്. നോക്കണം, പൈശാചിക അഥവാ ദുഷ്ടാത്മ ശക്തികളുടെ മേൽ യേശുവിനുള്ള ശക്തി. 2, രോഗത്തിന്റെ മേൽ യേശുവിനുള്ള ശക്തി. 3, മരണത്തിന്റെ മേൽ യേശുക്രിസ്തുവിനുള്ള ശക്തി. ശക്തിയുടെ വെളിപ്പാടാണ്, ശക്തിയുടെ പ്രദർശനമാണ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം തന്നെ. രണ്ടാമതായി ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ചെയ്ത ഈ 3 അത്ഭുതങ്ങളും നിങ്ങൾ ഉദാഹരണമായി എടുത്തുകൊള്ളുക. ഈ 3 അത്ഭുതങ്ങൾക്കും പിമ്പിൽ ഒരു ആത്മിക ലക്ഷ്യമുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നതിന് മുമ്പ് ആ രക്തസ്രവക്കാരിയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കർത്താവായ യേശു പുരുഷാരം ഇങ്ങനെ ധാരാളം പോകുകയാണ്. അതിനിടയ്ക്കാണ് ഈ സ്ത്രീ വന്ന്, ബൈബിൾ അറിയാമല്ലോ, പറഞ്ഞു, പുരുഷാരത്തിൻ്റെ നടുവിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് അവൾക്ക് സൗഖ്യം കിട്ടിയത്. അപ്പൊ കർത്താവ് തിരിഞ്ഞ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്താ? എന്നെ തൊട്ടത് ആര്? ഒരു പറ്റെങ്കിൽ പത്രോസ് ആയിരിക്കാം. പെട്ടെന്ന് തന്നെ കർത്താവിനോട് തിരിച്ചായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് കർത്താവിനോട് ചോദ്യം, ഇത്രയും പുരുഷാരം തിക്കിത്തിരക്കി പോകുമ്പോൾ എന്നെ തൊട്ടതാരെന്ന് കർത്താവ് എന്താ ചോദിച്ചതിൻ്റെ അർത്ഥം എന്ന് ആരാഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് മറന്നു പോകരുത്. എന്താ? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഏത് അത്ഭുതം, ഏത് അടയാളം നടന്നാലും അതിൻ്റെ പിമ്പിൽ ദൈവശക്തി, ആത്മശക്തിയുടെ വ്യാപാരം, ആത്മശക്തിയുടെ പ്രവാഹം, ആത്മശക്തിയുടെ പ്രകടനം ഉണ്ടായിരിക്കും. നമ്മൾക്കിനി മടങ്ങി വരാം. ഈ അത്ഭുതങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 3 അത്ഭുതങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് 3നും പിമ്പിൽ ഒരു ആത്മിക ലക്ഷ്യമുണ്ട്. എന്താണ് ആത്മിക ലക്ഷ്യം? ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. 1, ആ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുടെ നടുവിൽ യേശുക്രിസ്തുവിന് ഒരു വലിയ ആത്മിക ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ് ആ ലക്ഷ്യം? താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വെളിപ്പെടണം. പിശാചിന്റെ മേൽ, സാത്താന്യ ശക്തിക്കുമേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് ജനം ഗ്രഹിക്കണം. അതവിടെ വെളിപ്പെടണം. ആത്മിക ലക്ഷ്യം അതാണ്. യേശുക്രിസ്തു ശാരീരിക രോഗത്തിന് സൗഖ്യം നൽകിയപ്പോൾ ഞാൻ ആ ഭാഗം ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യാൻ നിന്നാൽ അത് തന്നെ ഒരു സുവിശേഷ പ്രസംഗമാകിയതാ. ഈ രക്തസ്രവക്കാരിയുടെ ആ ചരിത്രം ഞാൻ പല സ്ഥലങ്ങളിൽ സുവിശേഷ ദൂതായി ആ സന്ദേശം പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ രോഗസൗഖ്യത്തിലൂടെ, ശ്രദ്ധിക്കണം എല്ലാവരും, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, പ്രത്യേകിച്ചും രോഗശാന്തി അഥവാ രോഗ സൗഖ്യം, ആ രോഗസൗഖ്യത്തിൻ്റെ പിമ്പിൽ ദയവായിട്ട് ഞാൻ ഈ പറയുന്നത് ഹോളിനകത്തും പുറത്തും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ പ്രാധാന്യം നൽകി ചിന്തിക്കാൻ ആവശ്യമുണ്ട്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല ചരിത്രത്തിലേക്ക് വന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്ഭുതങ്ങൾ ചെയ്യാനല്ല യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. ഇന്ന് പലയിടത്തെയും പ്രവർത്തനവും രീതിയും ഒക്കെ കണ്ടാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് കുറെ അത്ഭുതങ്ങൾ ചെയ്യാനാണ് എന്ന് തോന്നിപ്പോകും. എന്തിനാ യേശുക്രിസ്തു വന്നത്? പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3-ാം അധ്യായം. യേശുക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷനായത് പാപങ്ങളെ
നീക്കുവാനാണ്, പാപത്തിന് പരിഹാരം വരുത്താനാണ്. പാപത്തിന് പരിഹാരം വരുത്താൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ചില രോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? രോഗസൗഖ്യമല്ലായിരുന്നു, പിന്നെ പാപമോചനമായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കണം. യേശുക്രിസ്തു ചെയ്ത എല്ലാ രോഗസൗഖ്യങ്ങളും, അഥവാ യേശുക്രിസ്തു വരുത്തിയ എല്ലാ രോഗസൗഖ്യങ്ങളും, ഒരു വട്ടം കൂടെ ഞാൻ പറയാം. യേശുക്രിസ്തു രോഗസൗഖ്യം നൽകിയത് പാപമോചനം എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിന് പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ ഒരൊറ്റ സുവിശേഷം പഠിച്ചാൽ മതി. ഏതാണെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം മാത്രം പഠിച്ചാൽ മതി. 2-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ. അവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്കാർക്കും വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇവിടുത്തെ ദീനക്കാരാരാ? 2 വൈദ്യനാരാണ്? 3 എന്താണ് ദീനം? എന്താണ് ദീനം? 3 ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ ഉണ്ട്. പക്ഷെ കർത്താവായ യേശുവോട് സൗഖ്യം കൊടുത്തത് എന്തിനാ? ആദ്യത്തെ ഭാഗത്ത് എന്തിനാ സൗഖ്യം കൊടുത്തത്? ഒരു പക്ഷവാത രോഗിക്കാൻ സൗഖ്യം കൊടുത്തത്. അവിടുത്തെ ദീനക്കാരനാരായിരുന്നു? മിണ്ടുന്നേ. പക്ഷവാത രോഗി. വൈദ്യനാരാണ്? കർത്താവായ യേശുക്രിസ്തു. കൊടുത്ത സൗഖ്യം എന്താ? വേറെ ദിവസം അറിയാവുന്നവർ പറഞ്ഞാട്ട് എന്താ കൊടുത്ത സൗഖ്യം? ആദ്യം കൊടുത്തത് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്നാണോ? ആണോ? ആദ്യം കൊടുത്ത സൗഖ്യം അതാണോ? ആദ്യം കൊടുത്ത സൗഖ്യം എന്താ? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്ന വേദപുസ്തകത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ഇളക്കി മറിച്ചിട്ട് പ്രായോഗിക കാര്യങ്ങൾ ആരും സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. യേശുക്രിസ്തു ചെയ്ത രോഗസൗഖ്യങ്ങൾ, യേശുക്രിസ്തു നൽകിയ രോഗസൗഖ്യങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ശാരീരിക രോഗസൗഖ്യം ആയിരുന്നില്ല. പിന്നെ അത് സംഭവിച്ചു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന നിലയിൽ പാർശ്വഫലമെന്നോ അല്ലെങ്കിൽ പരിണിത ഫലമെന്നോ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന കാര്യമായിട്ട് നമുക്കത് പറയാം. എന്നാൽ ആത്യന്തികമായി യേശുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പാപത്തിന് പരിഹാരം വരുത്തുക. മകനെ, നിന്റെ പാപങ്ങൾക്ക് മോചനം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പാപമോചനം കൊടുത്തു കഴിഞ്ഞിട്ടാണ് യേശു പറഞ്ഞത്. അത് അവർ തമ്മിൽ കുശുകുശിച്ചപ്പോഴും പുറവൃത്തപ്പോഴും ആണ് കർത്താവ് പറഞ്ഞത്, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് കർത്താവ് പറഞ്ഞത്. നോക്കണം, യേശുക്രിസ്തു നൽകിയ എല്ലാ രോഗശാന്തികൾക്കും പിമ്പിൽ പാപമോചനം എന്ന യാഥാർത്ഥ്യമായിരുന്നു യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം. ആത്മീക ലക്ഷ്യം പാപമോചനം ജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളത് ആയിരുന്നു. ഈ രക്തസ്രവക്കാരിയുടെ ആ ചരിത്രം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 25 മുതലുള്ള വാക്യങ്ങളിൽ 12 സംവത്സരമായിട്ട് ആരാലും പല വൈദ്യരാലും ഏറിയൊന്ന് സഹിച്ചിട്ടും തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. ഇതിൽ കൂടുതൽ ഒരു പാപിയുടെ ചിത്രം വിവരിക്കാനുണ്ടോ? ഏറിയൊന്ന് സഹിച്ചവളാ. അയ്യോ ദൈവം, ഒരു പാപി സഹിക്കുന്ന പോലെ പെടാപ്പാട് ആരാ സഹിക്കാറുള്ളത്? ഉരുളും, കയറും, ഇറങ്ങും, തലേ കല്ലും വെച്ചുകൊണ്ട് നടക്കും, ദേഹത്ത് കമ്പി കുത്തി ഇറക്കണോ? ഇതിൽ കൂടുതൽ ഒരു പാപിയുടെ ചിത്രം ദൈവാത്മാവ് പല വൈദ്യന്മാര് ശുശ്രൂഷിച്ചിട്ടും ഒട്ടും മുക്കിന് കൈ നീട്ടിയിരിക്കുകയല്ലേ, കാശിങ്ങോട്ട് തന്നോ സൗഖ്യം തരാം, പാപമോചനം തരാമെന്ന് പറഞ്ഞ് വൈദ്യന്മാര്. പക്ഷേ പാപമോചനം തരാൻ ഒരൊറ്റ വൈദ്യനേ ഉള്ളൂ. ഞാൻ അവിടെ ദീർഘിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതോട് മടങ്ങിവരട്ടെ. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾക്കെല്ലാം പിമ്പിൽ ഒരു ആത്മീക ലക്ഷ്യമുണ്ടായിരുന്നു. ഇനിയും കർത്താവായ യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾ കൊണ്ടും കർത്താവായ യേശു ആ സമൂഹത്തിന് ഒരു ആത്മീക പാഠം, ഒരു സ്പിരിച്വൽ ലെസൺ കർത്താവായ യേശു അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവർക്ക് കണ്ണിൽ പറഞ്ഞു കൊടുക്കുകയല്ല, അവരുടെ കണ്ണിന് മുമ്പിൽ കാണത്തക്ക വിധം ആത്മീക പാഠങ്ങൾ കർത്താവായ യേശു തൻ്റെ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. അധികം സമയം എൻ്റെ മുമ്പിൽ ഇനിയുമില്ല, ഞാൻ വേഗത്തിൽ പറയട്ടെ. എന്താണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂതഗ്രസ്തനോട് ബന്ധപ്പെടുത്തി പഠിപ്പിച്ച ആത്മീക പാഠം? ആരാധനയുടെ വലിയൊരു പാഠം അവിടെയുണ്ട്.
വലിയൊരു ആരാധനയുടെ ആത്മീക പാഠമുണ്ട്. സുബോധം വന്നു, വസ്ത്രം ധരിച്ചു, യേശുവിൻ്റെ കാൽക്കലിരുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. ആരാധനയുടെ മനോഹരമായ ഒരു ആത്മീക പാഠം അവിടെയുണ്ട്. ഇനിയും 2, ഈ സ്ത്രീയോട് ബന്ധപ്പെടുത്തി എന്തോ ആത്മീക പാഠമാ. അയ്യോ പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീക പാഠമുണ്ട്. ഇവള് തന്ത്രത്തിൽ അഥവാ സൂത്രത്തിൽ, കൗശലത്തിൽ വന്ന് ആരും അറിയാതെ യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ട് ആരും അറിയാതെ, ബാക്കി പറഞ്ഞോ, ആരും അറിയാതെ പോകാൻ വന്നതാ. പക്ഷെ കർത്താവ് വിട്ടോ. യേശുക്രിസ്തുവിന് രഹസ്യ ശിഷ്യന്മാരെ വേണ്ട. അതിന്റെ ആത്മീക പാഠമാ. എന്താ സംഭവിച്ചത്? യേശുക്രിസ്തു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ സ്ത്രീയുടെ കാര്യം അവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചു. ഞാൻ ചിലത്തൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ, അവൾ ശുദ്ധയായി എന്ന്, താൻ ശുദ്ധയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. രണ്ടറിവ്. ഒന്ന്, ശക്തി പുറപ്പെട്ടു എന്ന് ഒരു വലിയ ആത്മീയ ദൂത് ഇവിടെ ഉണ്ടെന്നേ. തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞു. പിന്നെ താൻ ശുദ്ധയായി എന്ന് അവൾ. ചിലർ രക്ഷിക്കപ്പെട്ട വിവരം അവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഉടയവൻ അറിഞ്ഞിട്ടില്ല. രക്തന്റെ ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിയണം. 1. 2, എനിക്ക് പാപമോചനം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന വ്യക്തി അറിയണം. ആത്മീക പാഠമില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ ഇനി ഒരു വാക്കൂടെ പറയട്ടെ. യേശു ചെയ്ത ആ അത്ഭുതത്തിലൂടെ കർത്താവായ യേശു സമൂഹത്തെ പഠിപ്പിച്ച ഒരു വലിയ ആത്മീക പാഠം എന്താ? ഒരു ആത്മീക സന്ദേശം എന്താ? ജനത്തിന്റെ നടുവിൽ വരണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൾ ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവന്റെ മുമ്പിൽ വീണു. പിന്നെ വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അയ്യോ സ്തോത്രം. പുരുഷാരത്തിൽ, ലൂക്കോസ് വിശേഷത്തിൽ ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്, അവൾ പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് യേശുവിനെ തൊട്ടതും താൻ സൗഖ്യമാക്കിയതും ജനമെല്ലാം സൗഖ്യമായതും ജനമെല്ലാം കേൾക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ്. ഞാൻ പറയട്ടെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ പരസ്യമായി, പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. ഞാൻ സ്തോത്രം പറയുകയാണെങ്കിൽ കേട്ടോ, സ്തോത്രം. റോമാലേഖനം 10:9 ആ രക്ഷയുടെ ആപ്തവാക്യം അല്ലേ? രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? പ്രമാണവാക്യം. ഇതിലൊന്നാണ് ഇപ്പോൾ തിരുനക്കര മൈതാനത്തും പുത്തരിക്കണ്ടം മൈതാനത്തിലും റോയൽ ഓഡിറ്റോറിയത്തിലും എല്ലാം പ്രസംഗിക്കുന്നത്. 1 പറയാറുള്ളൂ. ഈ 10:9 റോമർ 10:9 1 പറയാറുള്ളൂ. എന്താ? യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഇതേ പറയത്തുള്ളൂ. ഏതേ പറയത്തുള്ളൂ? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് മറ്റേ വേണ്ടേ? ഏതാ? യേശുവിനെ കർത്താവെന്ന് ഈ രക്തസ്രവക്കാരിയുടെ സൗഖ്യത്തിലൂടെ യേശു സമൂഹത്തിന് കൊടുത്ത സന്ദേശം, എന്നെ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. എന്നെ തൊട്ട് സൗഖ്യം പ്രാപിച്ച നീ പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് അത് ഏറ്റു പറയണം. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. രക്ഷിക്കപ്പെടാൻ 2 വ്യവസ്ഥ അവിടെ പറഞ്ഞേക്കണം. 1 വിശ്വസിക്കണം, 2 വായ് കൊണ്ട് ഏറ്റു പറയണം. 1 ഹൃദയത്തിന്റെ പ്രവൃത്തി, മറ്റത് നാവിന്റെ ജോലി. ഇന്ന് മിക്ക സുവിശേഷ പ്രഭാഷണങ്ങളെയും ഹൃദയത്തിന്റെ ജോലി മാത്രമേ പറയാറുള്ളൂ, നാവിന്റെ കാര്യം മിണ്ടാറില്ല. ഹൃദയവും നാവും തമ്മിലുള്ള ബന്ധം വേറെ പുസ്തകം പഠിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ്, ഹൃദയം ശുഭവചനം, നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവ് കൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയണം. അതാ സങ്കീർത്തനകാരൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും. ഹൃദയവും വായും തമ്മിലുള്ള ബന്ധം, ഹൃദയത്തിലെ ധ്യാനം, വായിലെ വാക്കുകൾ. ഞാൻ പറയട്ടെ, ഹൃദയത്തിൽ ഉണ്ടാകുന്ന അനുഭവം വായു കൊണ്ട് ഏറ്റു പറയണം എന്ന ആത്മീക സന്ദേശമാണ് രക്തസ്രവക്കാരിയുടെ സൗഖ്യത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയത്. 3, ആ പെൺകുട്ടിയുടെ 12 വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലികയെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ യേശുക്രിസ്തുവിന് സമൂഹത്തിന് പകരാൻ ഒരു വലിയ
സന്ദേശമുണ്ടായിരുന്നു. ആ സന്ദേശം പുനരുത്ഥാനത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ്. അവിടെ കർത്താവായ യേശു കയറിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ കരയുന്നതും ആർത്ത് വിളിക്കുന്നതും, നിങ്ങളുടെ ഈ കരച്ചിലും ആരവാരവും എന്ത്? കരയേണ്ട ആവശ്യമില്ല. പ്രത്യാശയുടെ മഹാ സന്ദേശമാണ് യേശുക്രിസ്തു ആ അത്ഭുതത്തിലൂടെ നൽകിയത്. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ അഥവാ ബൈബിളിൽ ദൈവത്താലും ദൈവാത്മാവിനാലും ദൈവദാസന്മാർ മുഖാന്തരവും യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും നടന്നിട്ടുള്ള അത്ഭുതങ്ങളുടെ പിമ്പിൽ ദൈവശക്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുണ്ട്. 2, ഏതൊരു അത്ഭുതത്തിൻ്റെ പിമ്പിലും ആത്മീക ലക്ഷ്യങ്ങളുണ്ട്. 3, ഏതൊരു അത്ഭുതത്തിലൂടെയും കർത്താവിന് സമൂഹത്തിന് നൽകാൻ ചില ആത്മീക സന്ദേശങ്ങളുണ്ട്, ആത്മീക പാഠങ്ങളുണ്ട്. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ഈ അളവുകോൽ വെച്ച്, ഈ ഉരകല്ലുകൊണ്ട് ദയവായി അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കാൻ വളരെ വിനയത്തോടെ, വളരെ എളിമയോടുകൂടെ ദൈവവചനാടിസ്ഥാനത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദയവായിട്ട് അത്ഭുതം എന്ന് കേൾക്കുമ്പോൾ ഉടനെ എടുത്തിയാടുകയല്ല. അത്ഭുതം സംബന്ധിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനിനിയും യേശുക്രിസ്തുവിനെ, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തോട് ചേർത്ത്, കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട വ്യാപരിച്ച ശക്തി, യേശുക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തിയുടെ അടിസ്ഥാനത്തിലുണ്ടായ അടയാളം, ആ അടയാളം നിമിത്തം മനുഷ്യ മനസ്സിലുണ്ടായ അത്ഭുതം, ഇവയെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ എന്താണോ ഗ്രഹിക്കുന്നത് അത് വെച്ച് നമുക്ക് ഒരു കാര്യം കൂടെ ചിന്തിക്കാം. എന്തിനാണ് കർത്താവായ യേശുവിനെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യിച്ചത്, അടയാളങ്ങൾ ചെയ്യിച്ചത്? നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വരാം. പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:22-23. എന്താ? നിങ്ങൾ തന്നെ സഹോദരന്മാരായ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. എന്തിനാണ് ദൈവം യേശുക്രിസ്തുവിനെ കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിച്ചത്? ആർ കൃഷ്ണൻകുട്ടിച്ചായൻ്റെ വാക്ക് കടമെടുത്ത് ഞാൻ പറഞ്ഞോട്ടെ. വിഷയം വിസ്തൃതം, സമയം പരിമിതം. എന്തിനാണ് യേശുക്രിസ്തുവിനെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യിച്ചത്? ഇവിടെ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യാനാ? കാണിച്ചു തരാൻ വേണ്ടി. എന്താ ഈ പറഞ്ഞതിൻ്റെ ആശയം? വേറെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു വാക്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഇതര ഭാഗങ്ങൾ, മറ്റു മേഖലകളിലേക്ക് നമ്മൾ പോകേണ്ടത് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്യിച്ച് ദൈവം യേശുവിനെ കാണിച്ചു തന്നു എന്ന് ബൈബിളിൽ പറഞ്ഞത്? ദൈവസഭ ഈ 3 വിഷയങ്ങളാണ് ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പൊതുവെ വിശകലനം ചെയ്തിരിക്കുന്നത്. 1 യഹൂദന്മാർ, 2 പുറജാതി ലോകം, 3 ദൈവത്തിൻ്റെ സഭ. ഇനി ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയുള്ള പഴയ നിയമ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ സംബന്ധിച്ച് ഉള്ള പ്രവചനങ്ങളാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഒരു വാക്യം, അവൻ്റെ നാമം എന്താ? അതിശയം. ഹിസ് നെയിം ഈസ് വണ്ടർഫുൾ. യേശുക്രിസ്തുവിൻ്റെ ഒരു പേര് തന്നെ അതിശയം എന്നാണ്, അത്ഭുതം എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു പേര് തന്നെ. വാക്യങ്ങളെല്ലാം എടുക്കാൻ നിവർത്തിയില്ല. ഒരു ഭാഗം യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ജഡാവതാരം സംബന്ധിച്ച്, അവതാരം എന്നുള്ള വാക്ക് പറയാമോ? ആരും വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട. എന്തായാലും ഞാൻ ആശയം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുക നിവർത്തിയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം സംബന്ധിച്ച് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു നാസറേത്ത് മാനിഫെസ്റ്റോയിൽ, നസറേത്തിലെ പള്ളിയിൽ കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്ത പുസ്തകം തുറന്നു പിടിച്ചുകൊണ്ട് ആ ഭാഗം യേശുക്രിസ്തു വായിക്കുന്നുണ്ട്. എന്താ? ബദ്ധന്മാർക്ക് വിടുതലും 16 മുതലുള്ള വാക്യങ്ങളാണ്. ലൂക്കോസ് 4:16 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ചും 18-ാം വാക്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. എന്താ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതുകൊണ്ട് ഞാൻ ബദ്ധന്മാർക്ക് വിടുതലും, ആ ആത്മാവ് കൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുകയാണ്? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാൻ, പീഡിതന്മാരെ
വിടുവിച്ചയക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും എന്നുള്ള പ്രവചനം കർത്താവ് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ഈ വാക്കിന്, എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. ഈ തിരുവെഴുത്തിന് എന്ത് ചെയ്തു? നിവൃത്തി വന്നിരിക്കുന്നു. എന്താ കാര്യം? ഞാൻ വന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ആത്മാവിനാൽ അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? പഠനമാണ്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് വന്നു. യോഹന്നാൻ സ്നാപകൻ എത്ര അത്ഭുതങ്ങൾ ചെയ്തു? പെട്ടെന്ന് പറ. ഒന്നും ചെയ്തില്ല. യോഹന്നാനെ അയച്ചത് അത്ഭുതങ്ങൾ ചെയ്യാൻ അല്ല, അത്ഭുതങ്ങൾ ചെയ്യാൻ വരുന്ന യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടിയായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, യോഹന്നാനെ പിടിച്ച് ജയിലിലിട്ടല്ലോ. എടുത്തിയാട്ടമാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. യോഹന്നാനെ പിടിച്ച് ജയിലിലിട്ടല്ലോ, സ്നാപക യോഹന്നാനെ ജയിലിലിട്ടപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകുന്നത് പോലെ ഇദ്ദേഹം ഒന്ന് ഇടറി. ഇദ്ദേഹത്തിന് ഒരു സംശയം. എന്താ? ഒരു ഡെലിഗേഷനെ അയച്ചിട്ട് യേശുവിനോട് യോഹന്നാൻ സ്നാപകൻ ചോദിച്ചു, വരുവാനുള്ളവൻ നീയാണോ? ഞങ്ങൾ വേറെ ഒരുത്തനെ കാത്തിരിക്കണോ? അതിന് യേശു കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ യേശു കൊടുത്ത മറുപടി? അയ്യോ, ഈ അന്ത്യകാലത്ത് അവൻ ഇങ്ങനെ ഇടറിപ്പോയോ? ഇതൊന്നും അല്ല, അത് സൂചനയുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, ഊമന്മാർ സംസാരിക്കുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഈ വന്ന ഡെലിഗേഷന്റെ മുമ്പിൽ വെച്ച് കർത്താവ് ഈ അത്ഭുതങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനോട് ചെന്ന് പറയാൻ പറഞ്ഞു. സംഭവിച്ചെന്താ? അവർ ചെന്ന് യോഹന്നാനോട് പറഞ്ഞു, ദേണ്ട ഇതൊക്കെ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടു. യോഹന്നാൻ സംതൃപ്തി അടഞ്ഞു. എന്താ കാര്യം? വരുവാനുള്ളവൻ, സ്തോത്രം, വരുവാനുള്ളവൻ വന്നു. എന്താ കാര്യം? ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളുടെ നിസ്തുല്യത. എന്തിനാണ് യേശുക്രിസ്തു അത്ഭുതം ചെയ്തത്? അഥവാ ക്രിസ്തുവിനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഒന്ന്, ക്രിസ്തുവിന്റെ മശിഹാത്വം തെളിയിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവാണ് യഥാർത്ഥ മിശിഹ, ലോകം കാത്തിരുന്ന യഹൂദന്റെ പ്രതീക്ഷിത മിശിഹ യേശുക്രിസ്തുവാണ് എന്ന് ദൈവം, ഇനി പത്രോസ് പറഞ്ഞ വാചകം പറ, ദൈവം യേശുക്രിസ്തുവിനെ കൊണ്ട് ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് മനുഷ്യന് കാണിച്ചു കൊടുത്തു. ദാ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളുടെ അടിസ്ഥാന കാരണം ഒന്ന്, യേശുക്രിസ്തുവിന്റെ മിശിഹാത്വം തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. രണ്ട്, യേശുക്രിസ്തുവിനെ കൊണ്ട് അത്ഭുതങ്ങൾ ദൈവം ചെയ്യിച്ചതിന്റെ രണ്ടാമത്തെ കാരണം യേശുവിനെ കാണിച്ചു തരാനാണെന്ന് ഞാൻ പറഞ്ഞു. എന്തിന്, എങ്ങനെ കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തെളിവായിരുന്നു കർത്താവായ യേശു ചെയ്ത അത്ഭുതങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം. പ്രവാചകന്മാരൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോസ്തലന്മാരും ആദിമസഭയിലെ ദൈവദാസന്മാരും ഒക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ. അവരൊക്കെ ദൈവത്വം തെളിയിക്കാനാണോ അത്ഭുതം ചെയ്തത്? അല്ല. പിന്നെ അവർ ചെയ്ത അത്ഭുതങ്ങൾ ശ്രദ്ധിക്കണേ, അവർ ചെയ്ത അത്ഭുതങ്ങളും യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താ? യേശുക്രിസ്തു സ്വന്തം അധികാരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുകയായിരുന്നു. എന്നാൽ മറ്റു ദൈവദാസന്മാരൊക്കെ അത്ഭുതം ചെയ്തത് എങ്ങനെയാ? നസ്രയനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ അത്ഭുതം ചെയ്യുകയായിരുന്നു. ശ്രദ്ധിക്കണേ, ഇത് തമ്മിലുള്ള വ്യത്യാസം. യേശു തന്റെ സ്വന്തം അധികാരത്തിൽ, വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-8 അധ്യായങ്ങൾ, കർത്താവായ യേശു പറഞ്ഞത് ഇതാണ്, നിങ്ങൾ എൻ്റെ വാക്കുകൾ കൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തികളാണ്. തൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവായിരുന്നു അത്. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിലൂടെ യേശുക്രിസ്തു നോട്ടമിട്ട ചില കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് 1, 2, 3 എന്ന് ഇപ്പോൾ ഒന്ന് ഓടിച്ചു പറയാം. ഒന്ന്, തൻ്റെ ദൈവത്വം കർത്താവായ യേശു തെളിയിച്ചത് പ്രകൃതിയുടെ മേൽ തൻ്റെ അധികാരം വ്യക്തമാക്കിക്കൊണ്ടാണ്. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അടുത്ത ഒരു നിമിഷം കൂടെ എന്താ കാരണം? ഉത്തമ
അന്തരക്ഷണത്തിൽ തന്നെ ശാന്തത വന്നു. കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, കാറ്റിന്റെ സൃഷ്ടാവാണ്, കടലിന്റെ സൃഷ്ടാവാണ് പറഞ്ഞത് ശാന്തമാകാൻ, അടങ്ങാൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, പ്രപഞ്ച ശക്തിമേലുള്ള തന്റെ അധികാരം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു തെളിയിക്കുകയായിരുന്നു ചെയ്തത്. 2, യേശുക്രിസ്തു രോഗങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. ഉദാഹരണങ്ങൾ പറയാൻ നിവർത്തിയില്ലല്ലോ. രോഗങ്ങളുടെ മേൽ യേശുക്രിസ്തുവിനുള്ള അധികാരം തൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവായി തന്നെ യേശു വെളിപ്പെടുത്തുകയായിരുന്നു. ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു വാക്ക് പറഞ്ഞ് സൗഖ്യം വന്നിട്ടുണ്ട്. കുഷ്ഠരോഗിയാണെങ്കിൽ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. പിന്നെ രക്തസ്രവക്കാരിയുടെ ഞാൻ പറഞ്ഞ എന്താ? യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലല്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണിത്. 3, പാപത്തിൻ്റെ മേൽ തനിക്കുള്ള അധികാരത്തിൻ്റെ തെളിവാണ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എല്ലാം തന്നെ. 4, ഭൂതങ്ങളുടെ മേൽ, സാത്താന്യ സൈന്യത്തിൻ്റെ മേൽ യേശുവിനുള്ള അധികാരം. ഞാനൊരു വാക്ക് ഇതോടനുബന്ധമായിട്ട് പറഞ്ഞേ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതശാന്തി പലരും നൽകുന്നുണ്ട്, ഞാൻ എതിർക്കുന്നില്ല. ഇന്നും കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഭൂതോച്ചാടനം, അതാ സാത്താന്റെ മേൽ ഉള്ള അധികാരം എന്ന് പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ ഒരു മനുഷ്യന് അവകാശപ്പെടാൻ പറ്റിയില്ല. എന്താ സംഭവിച്ചത്? കാൽവരിയിലെ കൊലമരത്തിൽ വെച്ച് ആ സാത്താന്റെ തല തകർത്ത് സാത്താന്റെ മേൽ വിജയം ആഘോഷിച്ച കർത്താവായ യേശു അവനെ ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി, അവനെ അട്ടിയറ വെപ്പിച്ച് ആയുധം വെപ്പിച്ച് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ഭൂതശാന്തിയും യേശുക്രിസ്തുവിൻ്റെ ദാസന്മാർ ചെയ്യുന്ന ഭൂതശാന്തിയും തമ്മിൽ, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. യേശുവിന് അതിനുള്ള അധികാരമുണ്ട്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട്. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവമാണ് എന്ന് യേശുക്രിസ്തു തെളിയിക്കുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിലൂടെ സാധിച്ചത്. ഞാനൊരു 5-6 മിനിറ്റ് കൂടെ എടുത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ, ഞാൻ എൻ്റെ ക്രമം അനുസരിച്ച് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ധാരാളം അത്ഭുതങ്ങളോടെ മോശ ചെയ്തിട്ടുണ്ട്. യോശുവയുടെ കാലത്ത് അത്ഭുതങ്ങൾ നടന്നിട്ട് പേര് പറയാൻ നിന്നാൽ മലാക്കി പ്രവചനം വരെ ഇങ്ങനെ പറയണം, സമയത്ത് തിരികെയില്ല. അപ്പോൾ ധാരാളം അത്ഭുതങ്ങൾ പഴയ നിയമ പ്രവാചകന്മാരും ദൈവദാസന്മാരും മുഖാന്തരം നടന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മുഖാന്തരം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ മുഖാന്തരം അത്ഭുതം നടന്നിട്ടുണ്ട്. എന്നാൽ സഭാചരിത്രം നിങ്ങൾ പഠിച്ചാൽ ഒരു വലിയ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകും. 1-ാം നൂറ്റാണ്ടിലെ അത്ഭുത ശുശ്രൂഷകൾക്ക് ശേഷം, പ്രത്യേകിച്ച് 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അന്ധകാര ഗർത്തത്തിലേക്ക് ആണ്ടുപോയ ക്രൈസ്തവ ജനതയ്ക്ക് പിന്നീട് നിശബ്ദതയുടെ കാലഘട്ടമായിരുന്നു. നിശബ്ദതയുടെ കാലഘട്ടമായിരുന്നു. പിന്നീട് ക്രൈസ്തവ മാർഗത്തിൻ്റെ നവീകരണം നടക്കുന്നത് 14-15 നൂറ്റാണ്ടുകളാണ്. 14-15 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭയുടെ നവോത്ഥാനം നടന്ന കാലത്ത് ബൈബിൾ സത്യങ്ങൾക്ക് വേണ്ടി നിന്നവരെ പിടിച്ച് മൗനമായിട്ട് കുറച്ചേരം നിൽക്കണമെന്ന് താല്പര്യം സാധിക്കുകയല്ലോ. കുരുതി കഴിക്കുകയായിരുന്നു, തീപ്പന്തങ്ങളെപ്പോലെ കത്തിക്കുകയായിരുന്നു, കടലിൽ വലിച്ചെറിയുകയായിരുന്നു, വിശന്നിരുന്ന ക്രൂര മൃഗങ്ങളുടെ മുമ്പിൽ വലിച്ചെറിയുകയായിരുന്നു. ആംഫി തിയേറ്ററുകളിൽ ദൈവപുത്രനായ കർത്താവായ യേശുവിൻ്റെ നാമമേറ്റ് പറഞ്ഞ് ദൈവജന സത്യങ്ങൾക്ക് വേണ്ടി നിന്നവരെ കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു. ഒരു ഭക്തൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലയോ ആ സിംഹാസനമേ, നീ ചൊരിഞ്ഞ നിർദോഷ രക്തം നിന്റെ ചുറ്റും അലയടിക്കുന്ന മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ വെള്ളത്തേക്കാൾ അധികമാണ്. ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം നടന്നപ്പോൾ എന്താ മൗനമായി നിന്നത്? അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ടാണോ? സഭാചരിത്രം സാഗൂതം സശ്രദ്ധം നിങ്ങൾ പഠിക്കണം, കേൾക്കണം. അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന്റെ അത്ഭുതം ചെയ്യാനുള്ള ശക്തി ചോർന്നു പോയതുകൊണ്ടല്ല, മറിച്ച് കൃപായുഗത്തിൽ അപ്പോസ്തലിക യുഗത്തിന് ശേഷം ഒരു പാപി രക്ഷിക്കപ്പെടേണ്ടത് അത്ഭുതങ്ങൾ കണ്ടല്ല, മറിച്ച് സ്തോത്രം
കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. സ്തോത്ര ഹല്ലേലൂയയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആരാണ്ടോ പതുക്കെ പറയുന്നത് കേട്ട് ഞാൻ. ഇന്ന് രാത്രി എന്ന് ശ്രദ്ധിക്കുന്ന പത്തനംതിട്ടെ ദൈവവചനത്തിൻ്റെയും സഭാചരിത്രത്തിൻ്റെയും അകമ്പടിയോടുകൂടെ അതിശക്തമായ ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അത്ഭുതങ്ങളുടെ അത്ഭുതം ഏതാണ്? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, നീ ഒരടയാളം ചെയ്ത് കാണിച്ചു തരിക എന്ന് പറഞ്ഞിടത്ത് എങ്ങാണ് യേശു അത്ഭുതം ചെയ്തോ? ഇല്ല. അതിനുള്ളതല്ല അത്ഭുതം. യഹൂദന്മാർ അടയാളം ചോദിച്ചു, പക്ഷേ അവരുടെ മുമ്പിൽ ചോദിച്ച സന്ദർഭങ്ങളിൽ യേശു അടയാളം ചെയ്തില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അടയാളം, അത്ഭുതം, ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനം, ലോകം കണ്ട ഏറ്റവും വലിയ ദൈവശക്തി. 3 വാക്ക്: അത്ഭുതം അഥവാ അടയാളം, ജ്ഞാനം, 3 ദൈവശക്തി. ഈ 3 യാഥാർത്ഥ്യങ്ങളും ഞാൻ ഇന്ന് രാത്രി ഒരിടത്തോട്ട് കേന്ദ്രീകരിച്ച് നിർത്തിയിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്താ? അത്ഭുതങ്ങളുടെ അത്ഭുതം കൽവരിയിലെ കുരിശിൽ മരിക്കുന്ന ദൈവപുത്രനായ കർത്താവായ യേശുവിൻ്റെ മരണമാണ്. ജ്ഞാനങ്ങളുടെ ജ്ഞാനം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. ശക്തിയുടെ ശക്തി അത് വെളിപ്പെട്ടത് കർത്താവായ യേശുവിന്റെ കുരിശിലാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവ ശക്തിയുമാകുന്നു. ഇന്ന് രാത്രി ഈ അടയാളത്തിൽ, ഈ ദൈവജ്ഞാനത്തിൽ, ഈ ദൈവശക്തിയിൽ നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? എങ്കിലേ സ്വർഗത്തിൽ കാണൂ. അർത്ഥട്ടെ, ഒരു വസ്തുത കൂടെ അത്ഭുതത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റക്കാരനാകും. ദൈവവും അഥവാ ത്രിപിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ത്രിയേക ദൈവവും ദൈവദാസന്മാരും പരിശുദ്ധാത്മ ശക്തിയിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് സമാനമായി ഡ്യൂപ്ലിക്കേറ്റ് അത്ഭുതങ്ങൾ ലോകത്തിൽ നടക്കും. എന്തിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും? ദയവായിട്ടൊരു വാക്യം ഒന്ന് വായിച്ച് സഹായിക്കുമോനെ? ആ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. 2 തെസ്സലോനിക്കർ 2:9. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അത്ഭുതങ്ങൾ ഇന്നുമുണ്ട്, നാളെയും നടക്കും, സംശയമില്ല. എന്തിനാണ് അത്ഭുതങ്ങൾ? എന്തിനാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും. ശ്രദ്ധിക്കണേ, ഞാൻ ആദ്യം പറഞ്ഞ 3 വാക്കുകളും ഇവിടെയുണ്ട്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, 1 ശക്തി, വ്യാജമായ ശക്തി, അടയാളങ്ങളോടും, 2 അടയാളം, അത്ഭുതങ്ങളോടും, 3 അത്ഭുതം. ഉണ്ടോ? യേശു ക്രിസ്തു ചെയ്ത 3 കാര്യങ്ങളുണ്ടോ? ഉണ്ടോ? ഇവിടെ ശക്തിയുണ്ടോ? എന്താ പണ്ടാത്തെ? ശക്തിയുണ്ടോ? ഉണ്ട്. അടയാളമുണ്ടോ? ഉണ്ട്. അത്ഭുതമുണ്ടോ? ഉണ്ട്. എന്തിനാണ് 10-ാം വാക്യം വായിച്ചാട്ട്? എന്തിനാണ് വ്യാജമായ ഈ ശക്തി? എന്തിനാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് അത്ഭുതം? എന്തിനാണ് ഈ അടയാളം? 10-ാം വാക്യം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായിക. അവർ രക്ഷിക്കപ്പെടാതിരിക്കണം. എന്തിനാ? സത്യത്തെ സ്നേഹിക്കാതെ അവരെന്ത് ചെയ്യണം? വ്യാജത്തെ വിശ്വസിക്കണം. നിങ്ങളുടെ ചെന്ന് ദയവ് ചെയ്തിട്ട് പേനയും പേപ്പറുള്ളവരൊന്ന് കുറിച്ചിട്ടിട്ട് വീട്ടിൽ ചെന്ന് വായിക്കണേ. അപ്പോൾ കാണുന്ന അത്ഭുതങ്ങളും കാണുന്ന ശക്തിയും കാണുന്ന അടയാളങ്ങളുമെല്ലാം ദൈവികമാണ് എന്ന് വിധി എഴുതി അവയ്ക്ക് പിന്നാലെ പോകരുത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഇന്നും കർത്താവ് രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നവരാണ്. പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കയില്ല. മരിച്ചവരുടെ പുനരുത്ഥാനം ഇപ്പോൾ നടക്കയില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കയില്ല. ആഫ്രിക്കയിൽ നടന്നു, അവിടെ നടന്നു, ഇവിടെ നടന്നു, ടെലിവിഷനിലൊക്കെ കാണിക്കുക, പച്ചക്കള്ളം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് നടക്കയില്ല. എന്തുകൊണ്ട്? എപ്പോഴാണ് മരിച്ചവരുടെ പുനരുത്ഥാനം? കാഹളം ധ്വനിക്കും. മരിച്ചവർ കാഹളം ധ്വനിക്കുന്നതിന് മുമ്പ് മരിച്ചവരുടെ പുനരുത്ഥാനം നടന്ന് ഈ പുസ്തകം തിരുത്തണം. ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ സാധിക്കയില്ല. ഇത് സത്യവേദ പുസ്തകമാണ്. വ്യക്തമായി ഓർക്കുക പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യങ്ങളിലേക്ക് വരിക, ദൈവവചന സത്യങ്ങളിലേക്ക് വരിക. യേശു രോഗങ്ങളെ സൗഖ്യമാക്കുന്നവരാണ്. യേശു രോഗങ്ങളെ സൗഖ്യമാക്കുന്നത് എങ്ങനെയാ? അതിൻ്റെ ഉപദേശം യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളുണ്ട്. രോഗശാന്തിക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം, ഞാൻ പറഞ്ഞ കറക്റ്റാണോ? ഇന്ന് ചെയ്യേണ്ട കാര്യം, പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം
എന്താ? മിറാക്കിൾ ക്രൂസൈഡ് നടത്തുകയല്ല. നിങ്ങളിൽ ഒരുവൻ രോഗിയായി തീർന്നാൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തണം. സഭ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ പാപം നിമിത്തമാണ് അത് സംഭവിച്ചെങ്കിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒറ്റ വാക്കിൽ പറയാത്ത കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇതാണ് ദൈവവചനത്തിൻ്റെ ഉപദേശം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ നിസ്തുല്യത എത്ര ശക്തമാണ്, എത്ര വ്യക്തമാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി നമ്മൾക്ക് ദൈവസന്നിധിയിൽ തലവണക്കാം. അത്ഭുതങ്ങളുടെ അത്ഭുതം. അനുഗ്രഹീതമായ ഗാനത്തിലൂടെ ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെ എഴുതിയിട്ടു: മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ ലോകത്തിൻ ശാപം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്നെ രക്ഷിക്കുവാൻ ദൈവം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലെ അത്ഭുതം അടുത്ത ദിവസം ദൈവദാസൻ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ക്രിസ്തുവിൻ്റെ മരണത്തിലെ അത്ഭുതം പറയട്ടെ. എന്തെന്ത് അത്ഭുതങ്ങളാണ് അവിടെ നടന്നത്! ഒരുപാട് സ്തോത്രം അത്ഭുതങ്ങൾ. ഇന്ന് ആ കുരിശിൻ്റെ ചുവട്ടിൽ വിശ്വാസത്താൽ മുട്ടുമടക്കി നിന്നിട്ട് കൈകൂപ്പി, എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ദൈവപുത്ര, ദൈവം ശക്തി കൊണ്ടും അത്ഭുതം കൊണ്ടും അടയാളങ്ങൾ കൊണ്ട് എനിക്ക് കാണിച്ചു തന്ന കർത്താവായ യേശുവേ, ഇന്ന് രാത്രി അവിടുന്ന് എൻ്റെ കർത്താവാണ്, അവിടുന്ന് എൻ്റെ ദൈവമാണ്. അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. പ്രാർത്ഥനയോടെ കർത്താവായ യേശുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിക്കുമോ? ദൈവമായ കർത്താവ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും അതിന് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരു വട്ടം കൂടെ നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.